സങ്കീർത്തനം 103. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി. അത് കണ്ട ജനം കവിണ്ണു വീണ് യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞതായി 1 രാജാക്കന്മാർ 18 നാം വായിക്കുന്നു. ജീവനുള്ള മറ്റൊരു ദൈവം ഈ പ്രപഞ്ചത്തിലില്ല. മനുഷ്യർ ഉണ്ടാക്കുകയും മനുഷ്യരാൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവങ്ങളൊക്കെ ഈ ഭൂമി കൊണ്ട് തീരുന്നതാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ദൈവം മാത്രമാണ് ഏക സത്യദൈവം. ഈ അറിവ് നമുക്കുണ്ടാകണം. അതായിരിക്കണം നമ്മെ നയിക്കുന്നത്. എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സാണ്. ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. എന്നാൽ മനുഷ്യരുടെ ഉടമസ്ഥത സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. യുഗങ്ങളായി, തലമുറകളായി കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു. എന്നാൽ ഓരോരുത്തരെയും ആദാം മുതൽ ഇന്ന് വരെയുള്ള തലമുറയെ ഉളവാക്കിയത് എൽ ഷദായിയായ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ദൈവത്തിൻ്റെ സോൾ പ്രോപ്പർട്ടിയാണ്. മറ്റാർക്കും നമ്മുടെ ജീവിതത്തിന്മേൽ അവകാശം പറയുവാനില്ല. ഒരു ഇരുട്ടിൻ്റെ അധികാരത്തിനും നമ്മുടെ ജീവിതത്തിന്മേൽ അവകാശമില്ല. മക്കളുടെ മേൽ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്, അല്ലാതെ ആശുപത്രിയിൽ ആദ്യമായി കുഞ്ഞിനെ കൈകളിലെടുത്ത ഡോക്ടറിനോ നഴ്സിനോ ഒന്നുമല്ല. അതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ദൈവമായ യേശു കർത്താവിനുള്ളവരാണ്. നമ്മുടെ മേലുള്ള മുദ്ര പരിശുദ്ധാത്മാവിൻ്റേതാണ്, സ്വർഗത്തിൻ്റേതാണ്, അല്ലാതെ മറ്റാരുടേതുമല്ല. ദൈവത്തിൻ്റെ ജനം, ആ നല്ല ഇടയൻ്റെ കൈക്കീഴിലെ ആടുകൾ, നമ്മെ നേരായി നടത്തുന്ന നല്ല ഇടയൻ, എപ്പോഴും കൂടെയിരിക്കുന്ന, സദാസമയം പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന. യെശയ്യാവ് 40:11 പറയുന്നത് പോലെ കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്ന നല്ല ഇടയൻ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് മുട്ടില്ലാതെ നടത്തുന്ന നല്ല ഇടയൻ. കിടക്കുവാൻ പച്ചപ്പുൽപ്പുറങ്ങളും കുടിക്കുവാൻ സ്വസ്ഥതയുള്ള വെള്ളവും കരുതിയിരിക്കുന്ന നല്ല ഇടയൻ. ഈ അതിശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ, പിതാവിൻ്റെ അതിശ്രേഷ്ഠരായ സ്വന്തം മക്കളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്കുള്ളവർ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.